എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. കൈയടി പോരാട്ടോ, എൻ്റെ സ്വന്തം നാടാണ്. ശരിക്കും ഞാനൊരു ഗസ്റ്റൊന്നുമല്ല. നിങ്ങൾക്കറിയാം, ഞാൻ അപ്പുറത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് ഇങ്ങോട്ട് ഓടി വന്നെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം സ്വന്തം നാട്ടിൽ തന്നെ ഇങ്ങനെയൊരു ചടങ്ങിൽ സംബന്ധിക്കാൻ ഭാഗ്യം ലഭിച്ചതിന് ഈശ്വരനോട് നന്ദി പറയുന്നു. ഒപ്പം നിങ്ങളോടും നന്ദി പറയാണ്. നമ്മളെ എന്താ പറയുക, ഫ്രണ്ട്സ് കൂട്ടായ്മ. ഞാൻ സംഭവം ആദ്യമായിട്ടാണ് ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് തന്നെ അറിയണത്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നൊരു കൂട്ടായ്മയാണ് ഇത്. പിന്നെ രണ്ടാമതൊന്നും കൂടെ പുതുക്കി കൊണ്ടുവരാണ് എന്നാണ് ഇപ്പോൾ ജയചേച്ചി പറഞ്ഞത്. ആണല്ലേ? ആണ്. അപ്പോൾ ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ കേട്ടത്. കാരണം ഒരാൾ ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ തീരുമാനം മാത്രമേ നടക്കുകയുള്ളൂ. പക്ഷേ ആ ഒറ്റയ്ക്ക് ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുന്നു, അത് മറ്റൊരാളോട് സംസാരിക്കുന്നു. അതിലൊരാൾ ഞാൻ ഇത്ര കാശ് ഇടാമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തോളാം എന്ന് പറയുന്നു. അങ്ങനെ അത് കൂടി ഇങ്ങനെ ഒരു കൂട്ടായ്മയായി മാറുന്നു. അതിലൂടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ നമ്മുടെ ആ ചെറിയ കാര്യം വലിയ കാര്യമായി മാറുന്നു. ഒരു നാട് വളരുന്നു, നാട്ടുകാർ വളരുന്നു. എല്ലാവർക്കും സന്തോഷവും സ്നേഹവും ഒപ്പം ഒരുമിച്ച് ഇത്തരത്തിലുള്ള ഒരു വലിയ വേദികൾ ഉണ്ടാവുന്നു. എല്ലാവർക്കും ഡാൻസ്, പാട്ട്, അതുപോലെ തന്നെ ഒന്നിച്ചുള്ള കുറേ പ്രോഗ്രാംസ് ഇതൊക്കെ ഉണ്ടാവുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വർഷത്തിൽ ഒരിക്കലാണെങ്കിലും ഇങ്ങനെ കൂടാൻ പറ്റുന്നു. ഇതെല്ലാം ഇങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നുണ്ടാവുന്ന ആ ഒരു കൂട്ടാണ് നമ്മുടെ നാട് വളരാൻ സഹായിക്കുന്നത്. വീട്ടിലുണ്ടാവുന്ന കൂട്ടായിരിക്കണം നാട്ടിലും ഉണ്ടാവേണ്ടത്. വീട്ടിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം. കാരണം വീട്ടിൽ നമ്മൾ ഒരാൾ വിചാരിച്ച കാര്യം മറ്റൊരാളോടും കൂടെ ചർച്ച ചെയ്യുമ്പോഴാണ് അതൊരു വലിയ കാര്യമായി മാറുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ അനിക്കുട്ടൻ പറഞ്ഞതുപോലെ അവർ എന്തൊക്കെ ചെയ്തു എന്നത് കറക്റ്റായിട്ട് എനിക്കറിയില്ല. എങ്കിൽ പോലും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അവർ പദ്ധതി ഇട്ടിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. എന്തായാലും അതെല്ലാം സംഭവിക്കട്ടെ. എല്ലാവർക്കും എന്തൊക്കെ കുറവുണ്ടോ, നാടിൽ എന്തൊക്കെ കുറവുണ്ടോ, ഇനി എന്തൊക്കെ നമുക്ക് ആഗ്രഹങ്ങളുണ്ടോ, നമ്മുടെ നാടിനായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടോ, അതെല്ലാം ഒരു ആഗ്രഹം മാത്രമാവാതെ അതെല്ലാം നടക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? ഒന്നും കണ്ടില്ല. എല്ലാവർക്കും സുഖമില്ല എന്നാണോ സുഖം ഉണ്ടെന്നാണോ പറഞ്ഞത്? സുഖമല്ലേ? സുഖമാണ്. ഇന്നിപ്പോൾ ഇവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? പാട്ട് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ലീല ചേച്ചിയൊക്കെ വന്ന് ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്, സാരിയെ കൊടുത്ത് സുന്ദരിയായിട്ട്. ലീല ചേച്ചി എപ്പോഴും ഒരു നൈറ്റിട്ടാണ് ഞാൻ കാണാറുള്ളത്. ലീല ചേച്ചി റോസ് സാരി ഒക്കെ കൊടുത്ത് വളരെ സുന്ദരിയായിട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം ലീല ചേച്ചി അങ്ങനെ കണ്ടതിൽ. പിന്നെ ജയചേച്ചി ആണെങ്കിലും ജയചേച്ചി പിന്നെ എപ്പോഴും നല്ല സുന്ദരിയായിട്ട് തന്നെ നടക്കുക. എന്താ വെച്ചിട്ട് പിന്നെ എപ്പോഴും നിറഞ്ഞ ചിരിയുമായി റോഡിൽ ഞാൻ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചതിൽ, ഇങ്ങനെ ഒരു സ്റ്റേജിൽ വന്ന് ഇവരൊപ്പം ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാനും ഇങ്ങനെ കാണാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൽദോ ചേട്ടൻ്റെ അടുത്ത് ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ ഞാൻ അത് വിളിച്ചു പറഞ്ഞ സെക്കൻഡ്സിനുള്ളിൽ കാര്യം നടന്നിട്ടുണ്ടാവും. പലപ്പോഴും എൽദോ ചേട്ടാ അവിടെ അതില്ല ഇതില്ല എന്താ ചെയ്യാന്ന് പറഞ്ഞ. പക്ഷേ രാവിലെ വിളിച്ചു പറഞ്ഞാൽ മിക്കവാറും വൈകിട്ട് ആ കാര്യം സാധിച്ചിട്ടുണ്ടാവും. അതെങ്ങനെ സാധിക്കണമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു ആളെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് നാട്ടിനായി. അതുപോലെ ജയചേച്ചിയിലാണെങ്കിലും നമുക്ക് ഒരു മെസ്സേജ് മാത്രം മതി, വിളിച്ചു പോലും പറയേണ്ട ആവശ്യം വരണില്ല. ഒരു മെസ്സേജിലൂടെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്നു. അത് പെട്ടെന്ന് നമുക്ക് സാധ്യമാക്കാൻ പറ്റുന്നു. ഇങ്ങനെയുള്ള പ്രവർത്തകരാണ് നമുക്ക് എപ്പോഴും നമ്മുടെ നാടിന് ആവശ്യം. അങ്ങനെയൊക്കെ നടക്കുന്നതും നടത്തിക്കുന്നതുമായ ഇവരെ നമ്മൾ എത്ര തന്നെ അനുമോദിച്ചാലും മതിയാവില്ല. പിന്നെ എനിക്ക് അഭിനയം മാത്രമേ അറിയുള്ളൂ, വലിയ പ്രാസംഗികമൊന്നുമല്ല. ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയ അവസരം ഇങ്ങനെ 2 വാക്ക് സംസാരിക്കാനായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. അത്രമാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.